ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റമദാനോടനുബന്ധിച്ചുള്ള ചെറിയൊരു ഷോപ്പിങ്ങും അതുപോലെ തന്നെ റമദാന് നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ എളുപ്പത്തിൽ തീരാനായിട്ട് അധികം നേരം നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഷോപ്പിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ കഴിയുന്ന ഉടനെ തന്നെ നമ്മുടെ കിച്ചണിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇപ്പം എല്ലാം റെഡി ടു കുക്കായിട്ട് മേടിക്കാൻ കിട്ടുമല്ലേ. ഇപ്പം ദേ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നി, അപ്പോൾ എടുത്തതാണ്. ഇതിലിപ്പോൾ ദാ ഇടിച്ചക്കത്തോരൻ, ചീരപ്പേരി, അതുപോലെ കപ്പ, പാൽക്കപ്പ കറി, പിന്നെ പറഞ്ഞാൽ കപ്പപ്പുഴുക്കും, അതുപോലെ ചമ്മന്തി, ചക്കയുടെ ഹലുവ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അങ്കമാലി മാങ്ങക്കറിയില്ലേ അത്, അങ്ങനെ എല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ട് പാക്ക് ചെയ്ത്. ഇതിൻ്റെ ടേസ്റ്റ് എന്തോരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. ഇനി നമുക്ക് ഞാൻ റമദാൻ്റെ അടുക്കളയിൽ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേഗം പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും അതിൽക്കുള്ളതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിനായിട്ട് എടുക്കുന്നത്. ബാക്കി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കൂലേ, ആ രീതിയിൽ എടുക്കാനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുമ്മ വെള്ളം ആദ്യം കളയണം. വെള്ളം നല്ലോണം കളഞ്ഞിട്ട് വേണം കേട്ടോ പേസ്റ്റാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയുടെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ വെള്ളം കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിടും കേട്ടോ അതിനകത്തേക്ക്. പെട്ടെന്ന് നല്ല പേസ്റ്റായി അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്. അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു തരി നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കേടാവാണ്ട് ഇരുന്നോളും. ഇതാ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളമില്ലാത്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിനി നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ ഞാൻ വെള്ളം കളഞ്ഞെടുത്തിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ചോപ്പറിലിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കും. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ എല്ലാത്തിലേക്കും പേസ്റ്റ് അല്ലല്ലോ ഉപയോഗിക്കാം. അപ്പോൾ ചില ഇതിൽക്കൊക്കെ നമുക്കിതുപോലെ കുനുകുനാന്ന് അരിഞ്ഞതും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയും ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഇതായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇഞ്ചിയുടെ വെള്ളം കളഞ്ഞിട്ട് ഇഞ്ചിയും ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ.
അങ്ങനെ ഇതാ ഇവിടെ ഇഞ്ചിയും നല്ല രീതിയിൽ തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. അത് മൂന്നും അരച്ച് വെക്കേണ്ടവർക്ക് അങ്ങനെ വയ്ക്കാം, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്ത പോലെ തന്നെ ഇതും ഒന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെയും വെള്ളം നന്നായിട്ട് കളയണം കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും. ഫ്രീസറിൽ വെച്ചാലും ചിലപ്പോൾ ഒരു എന്തെങ്കിലും സ്മെല്ലിന് വ്യത്യാസം വരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ വെള്ളം തുടച്ചെടുത്തിട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അങ്ങനെ അവിടെ പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് എന്ത് ചെയ്യണം, സിബ്ലോ കവറിലാക്കിയിട്ട് വെക്കണം. ഇതും ഓരോന്നാക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പരത്തി വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതിയല്ലോ ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ആക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പരത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രീസറിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊന്നും ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ, ഫ്രീസറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിതൊന്നും റമദാൻ 30-നുള്ളതല്ല കേട്ടോ ആക്കിയിട്ടുള്ളത്, കുറച്ച് ദിവസത്തേക്കുള്ളതാക്കിയിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ഞാൻ ബാക്കിയുള്ള ദിവസത്തേക്കും കൂടെ ഇതുപോലെ ഒരു ദിവസം നിന്നിട്ട് ഇങ്ങനെ ചെയ്ത് വയ്ക്കലാണ് കേട്ടോ പതിവ്. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസ്. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞിട്ട് അരിപ്പയിലിടാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ട് ഭാഗിക്കണം കേട്ടോ. അതായത് കുറച്ചെടുത്തിട്ട് ഇപ്പോൾ വേവിക്കാനും കുറച്ച് ഇതുപോലെ തന്നെ നമുക്ക് സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. അതായത് നമുക്ക് വല്ല പത്തിരിക്കൊക്കെ കറി ആക്കുമ്പോൾ ഇത് പിന്നെ വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇടണ്ട, നമുക്ക് നേരെ എടുത്ത് കറി വയ്ക്കാൻ പറ്റും. പിന്നെ കുറച്ചെടുത്ത് വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂസയ്ക്കൊക്കെ നമ്മളിപ്പോൾ ഞങ്ങൾ 2 പേരുള്ളൂ. അപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് വേവിച്ച് അതിനേക്കാളും നല്ലത് വേവിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചെടുത്തിട്ട് ഞാനിതുപോലെ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നേരെ ഫ്രീസറിൽ വെക്കും. മറ്റേത് അതുപോലെ തന്നെ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. അങ്ങനെ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് വെള്ളം തുടച്ചെടുത്തിട്ടാണ് കേട്ടോ ആ കവറിലാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരും ഗ്രീൻ പീസിൽ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് പാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും പിന്നെ നമ്മൾ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഇതൊന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ചിലത് നന്നായിട്ട് വെന്തു, ചിലത് നല്ല ഇതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. ഇതായി ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് ഇതും നേരെ ഫ്രീസറിലേക്ക് തന്നെ വെക്കണം കേട്ടോ. അടുത്തത് ഇതുപോലെ പാൽ ഇതുപോലെ ഐസ് ക്യൂബ് ആക്കിയിട്ട് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിപ്പാൽ കിട്ടാനായിട്ട് ഇതൊന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ഇതുപോലെ ഐസ് ട്രേയിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൊട്ടിയെടുത്തിട്ട് ഇത് സിബ്ലോ കവറിലാക്കിയിട്ട് ഇത് നേരെ ഫ്രീസറിലേക്ക് തന്നെ വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്യൂബ് വെച്ചിട്ട് എടുത്താൽ മതിയല്ലോ.
അങ്ങനെ അതും അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ബീഫും ചിക്കനൊക്കെ കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബീഫ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ബീഫ് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. വേവിക്കാൻ വെക്കണേൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ ഇട്ടിട്ടാണ് ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ബീഫ് പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നേരെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ചിക്കൻ എടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നമുക്കപ്പോൾ വേവിക്കാനും വേണം, അതുപോലെ തന്നെ വേറെ 2 തരത്തിൽ അരിഞ്ഞെടുക്കുകയും വേണം. അപ്പോൾ വേവിക്കാനുള്ളത് ആദ്യം അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും അരിഞ്ഞ് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിസ്സ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചെറുതാക്കി അരിഞ്ഞത്. ഇത് കബാബൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഇത്രയും കൂടെ വലിയ പീസാക്കിയിട്ട് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും 2 കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. അങ്ങനെ ബീഫും ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഞാനൊരു അരിപ്പയിലേക്ക് വെള്ളം പോവാനായിട്ട് ഇട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ചിക്കനും ബീഫും ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതാവരുത്, ചെറുതായിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നമുക്കിങ്ങനെ പിച്ചി ഇടാം. പക്ഷെ അതിന് കുറേ സമയം പോണതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് വയ്ക്കുന്നത്. ചോപ്പറിലിട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിയാക്കി എടുക്കും. എന്നാൽ അതിനകത്ത് ഇതുപോലെ ഭയങ്കരമായിട്ട് ഇതാവാൻ പാടില്ല, നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടുകയും വേണം. ബീഫാണ് കേട്ടോ ഞാൻ ഇച്ചിരി കൂടുതൽ ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ചിക്കൻ നമുക്ക് അടുപ്പത്തിട്ട് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ വേവിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ബീഫ് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ബീഫ് കുറച്ച് കൂടുതലും ചിക്കനും എന്നാലും അത്യാവശ്യമുള്ളതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ബീഫിൻ്റെ ഈ പാത്രം ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം ഇതിനകത്ത് ചിക്കനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറാണെങ്കിൽ അതിലോ ഒന്നും വെള്ളം ഉണ്ടാവരുത്. അതുപോലെ നമ്മൾ ഇത് ഇട്ട് വെക്കുന്ന പാത്രത്തിലും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ ഈ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേടാവാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഈ ചിക്കനും കൂടെ ഒന്ന് അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതും ഇതുപോലെ ഒന്നിങ്ങനെ പരത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമാണ്. ഐസ് ഫുള്ള് വിടുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ഒടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അങ്ങനെ ബീഫും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അടുത്തത് ഞാനിതേ സവാള ഇതുപോലെ തൊലി കളഞ്ഞിട്ട് സവാളയുടെ നടുവിലുള്ള ആ വയറ്റില്ലേ അത് ഇതുപോലെ കളയും. എന്നിട്ട് സ്റ്റോർ ചെയ്യും കേട്ടോ. കഴിഞ്ഞ റമദാന് ഞാനിതുപോലെ സവാള അരിഞ്ഞിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും സവാളയുടെ വെള്ളമൊക്കെ ഇറങ്ങി ആകെ അലമ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതേമാതിരി തൊലി കളഞ്ഞിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ട് സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. കഴിഞ്ഞ റംസാൻ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ സവാള അരിഞ്ഞിട്ട് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചത്. പക്ഷെ അത് നമ്മൾ ആവശ്യത്തിന് എടുക്കാൻ നേരത്തൊക്കെ എന്താ പറയുക ആകെ വെള്ളം ഇറങ്ങി ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ആ പണിക്ക് നിന്നില്ല, ഇങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അടുത്തത് ഞാൻ എന്താ ക്യാരറ്റും ബീൻസും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെയ്യാറില്ലായിരുന്നു, ഇത് ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം ചെയ്തെടുക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സമൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രീൻ പീസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ സമയം പോണത് ഇതിനായിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനൊക്കെ ഇത്തിരി സമയം പോണ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇതും കൂടെ ഒന്ന് ഇതുപോലെ അരിഞ്ഞിട്ട് ഫ്രീസറിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഈ വെജിറ്റബിൾ സമൂസ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് മിക്ക ദിവസവും സമൂസ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കൂടുതലിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ക്യാരറ്റ് ഇച്ചിരി അധികം എടുത്തിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് ഞാൻ ഇതുപോലെ അരിഞ്ഞു വെക്കുന്നില്ല കേട്ടോ. കാരണം ഉരുളൻകിഴങ്ങ് ചിലപ്പോൾ കളർ മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് നിൽക്കണില്ല. ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ദാ ഇവിടെ ബീൻസും ഇതിൻ്റെ ഇടയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ബീൻസും ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞ് ഇതും നേരെ ഞാൻ ഫ്രീസറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്, ഫ്രിഡ്ജിലല്ല വെക്കുന്നത്. അടുത്തത് ഉണ്ടാക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അത് നമുക്ക് കട്ട്ലേറ്റിക്കും റോളിൽക്കൊക്കെ എപ്പോഴും ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ അവിടെ ഒരു ചെറിയ പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതല്ല ഈ ബ്രെഡ് തന്നെ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് ഒന്ന് പാനിലിട്ടിട്ട് മൊരിയിച്ചെടുത്താലും മതി. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം ഇങ്ങനെയാണെന്ന് തോന്നി. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ മൊരിയിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഒരു ടിന്നിലേക്ക് ആക്കി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഈ ടിന്നിലേക്ക് ഇതാക്കി പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്, ഫ്രിഡ്ജിലല്ല കേട്ടോ വെക്കുന്നത്. ഇനി ഇത് ബ്രെഡ് ചൂടാക്കാനും നമുക്ക് പൊടിക്കാം, എന്നിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇങ്ങനെ മുരിയിക്കണം എന്നില്ല, പൊടി ഇതാക്കണം എന്നില്ല. പക്ഷെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇരുന്നോളും. പിന്നെ അടുത്തത് ഞാൻ ചെയ്യുന്നത് ഏലക്കായ പൊടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏലക്കായ കുറച്ചെടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും നമുക്ക്. അപ്പോൾ ഏലക്കായുടെ പൊടി കൂടുതലും എന്താ പറയുക തരിക്കഞ്ഞിൽക്ക് അങ്ങനെയുള്ള മധുരമുള്ളവർക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് പൊടിച്ച് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഒരു ടിന്നിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. ഇതിങ്ങനെ ടിന്നിലാക്കിയിട്ടുണ്ട്. ഇതും ഇനി പുറത്ത് തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും പിന്നെ രസത്തിൻ്റെ പൊടി ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറി മസാലപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ കറിവേപ്പില, മല്ലിയില, പുതിനയില ഇതൊക്കെ കഴുകി നല്ല വെള്ളം കളഞ്ഞ് തുടച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ടിഷ്യൂ വെച്ചിട്ട് ആക്കി വയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ സ്പ്രിംഗ് ഒണിയനും ഉണ്ടായിരുന്നത് അതും ഇതുപോലെ കഴുകി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റമദാന് മുന്നേ ഞാൻ ചെയ്തു വയ്ക്കാറുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റമദാൻ്റെ ഡേ 1 മുതലുള്ള ഓരോ വിശേഷങ്ങളും അന്നുണ്ടാക്കുന്ന ഫുഡിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.